ലജ്ജാകരമായ നാണം കെട്ട തോൽവിയാണ് CPM-ന് ഉണ്ടായതെന്ന് മുതിർന്ന CPM നേതാക്കൾ പോലും സമ്മതിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയിൽ ഇതേ അഭിപ്രായം ഉയരുകയാണ്. നഷ്ടപ്പെട്ട വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തെ, ന്യൂനപക്ഷത്തെ എങ്ങനെയാണ് തിരിച്ചുപിടിക്കുക? ന്യൂനപക്ഷ വിഭാഗത്തെ തിരിച്ചുപിടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് CPM-ന്റെ മുമ്പിലുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ 10-15 കൊല്ലങ്ങൾ കൊണ്ട് മീഡിയ വൺ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഇപ്പൊ ഏതാണ്ട് സാർത്ഥകമായിട്ടുള്ള ഒരു പര്യവസാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം CPM-നെ കൂടി BJP-യുടെ തലത്തിലേക്ക് BJP-യുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് വെക്കുന്ന പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ CPM-ഉം BJP-യും ഏതാണ്ട് ഒന്നാണ് എന്ന് പറയുന്ന പ്രചരണം മാത്രമല്ല, ഇപ്പൊ അതൊക്കെ തമ്മിൽ ലയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം കൂടി വലിയ തോതിൽ പുറച്ചുവിടുന്നതോടുകൂടി മുസ്ലിം മത ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ഇത് ഞങ്ങൾ ഇനി ഒരിക്കലും CPM-ന്റെ ഒപ്പം നിൽക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഭീതി ആ ഭീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ആ ഭീതി മറികടക്കാൻ കഴിയുന്ന പല സാഹചര്യങ്ങളും ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രചരണം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലെ പ്രചരണം CPM ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊണ്ടുവരലൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നട്ടലുള്ള ധീരമായിട്ടുള്ള നിലപാട് CPM എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഭീതിയിലാകേണ്ടി വരുമോ? നട്ടലുള്ള ധീരമായിട്ടുള്ള നിലപാടൊക്കെ തന്നെയാണ് CPM എടുത്തിട്ടുള്ളത്. CPM ഏത് കാര്യത്തിലാണ് മറ്റേ മുസ്ലിം വിരുദ്ധ നിലപാട്? അങ്ങനെ തന്നെ നിരന്തരം പറഞ്ഞിട്ട ഒരു കാര്യമാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. നല്ലൊരു കാര്യമാണ്. അത് നട്ടലുള്ള ധീരമായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ അതിനെ എതിർക്കുന്നവരാണ് കുറേയധികം മുസ്ലിം സമുദായത്തിലെ ആളുകൾ. ഈ PM ശ്രീ എന്താണെന്നൊന്നും മുസ്ലിം സമുദായത്തിലെ ഒരു 2% ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷെ ഇത് BJP നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കേരളം മുഴുവൻ പടച്ചുവിട്ടു. രണ്ടാമത്തെ കാര്യം, അത് CPM ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം CPM അവരുടെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ അവരോട് പറയാതെ അതിൽ പോയി ഒപ്പിട്ടത് ശരിയായില്ല. രണ്ടാമത് ക്യാബിനറ്റ് റാങ്കുള്ള രാജനടക്കമുള്ള ആളുകളെ അറിയിക്കാതെ അവിടെ അത് നുണ പറഞ്ഞതും ശരിയായില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ ഗൗരവത്തിന്? ഈ കോൺഗ്രസ് PM ശ്രീ പദ്ധതിക്ക് എതിരാണോ? മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ ഒപ്പിട്ടിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ടിട്ടുണ്ട്. ഏത് സംസ്ഥാനത്ത് ഒപ്പിടാതുള്ളത്? എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയുന്നത് ഇത് ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെക്കാൾ മുമ്പേ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഒപ്പിട്ടിരിക്കുന്നു. അത് ഇവിടെയുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ശിവൻകുട്ടി ലാസ്റ്റ് വന്ന് പറഞ്ഞാൽ പണം കിട്ടാനുള്ള ഒരു കാര്യമാണ്. ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലികമായി ഒപ്പിടുകയും പിന്നെ വേണമെങ്കിൽ നടപ്പാക്കാതിരിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ബദലായിട്ടുള്ള സംവിധാനങ്ങൾ അവരോട് പരിശോധിക്കാമെന്ന് പറയുന്ന കാര്യം പ്രചരണം നടത്താൻ CPM-ന് കഴിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. CPM ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ല, CPM ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു പണിയും CPM താൽക്കാലികമായി ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെയൊക്കെ പല പ്രസ്താവനകളെയും കൃത്യസമയത്ത് വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനും CPM-ന് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ കഴിയാതിരുന്നതിന്റെ പിന്നിലുള്ള വലിയ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് കേരളത്തിലുണ്ട്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെതിരെ നിന്നാൽ തങ്ങളിൽ നിന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 42% വോട്ടുകൾ തിരിച്ചു വരുമോ എന്ന് പറയുന്ന ഒരു വലിയ ഭീതി ഒരു സൈഡിൽ CPM-ന് ഉണ്ടാവുകയും അതേസമയം ഇപ്പുറത്ത് CPM പറയുന്ന വലിയ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഞാനൊരു കാര്യത്തിൽ താങ്കളോട് തിരിച്ചു വെക്കുന്നത്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു പോളിസി ഡിസിഷൻ ആണ്. ഫൈൻ, ഓക്കെ, അത് എടുത്തു. അത് കോൺഗ്രസ് ഗവൺമെന്റുകൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെയുള്ള ഏത് പ്രശ്നത്തിലാണ് CPM യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് എടുത്തിട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളഞ്ഞു. പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും പിണറായി അദ്ദേഹത്തെ പൊന്നാന അണിയിക്കുന്നതും യഥാർത്ഥത്തിൽ ഈ കാറിൽ കയറ്റുന്നതൊക്കെ വലിയ പ്രചരണ ആയുധമാക്കി UDF-ഉം ഇവിടുത്തെ ഒരു ഈ പറയുന്ന പോലെ കോൺഗ്രസ് ചാനലുകളും എടുത്തു. അതിൽ പ്രധാനപ്പെട്ടത് ഏഷ്യാനെറ്റാണ്, രണ്ടാമത്തത് മീഡിയ വണ്ണാണ്. ഇത്തരം ചാനലുകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് വലിയ പ്രചരണം കൊടുത്തു. ഞാൻ തിരിച്ചു നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ എന്തായാലും ചർച്ചയ്ക്ക് വന്നാണല്ലോ, കട്ടിയാവ് കൊടുക്കണം. സുധാകരൻ കഴിഞ്ഞ ദിവസം നിന്ന് പൊന്നാതെ എണീച്ചുള്ള ആർക്കും എന്താ ഒരു വിരോധമില്ലാത്തത്? നമുക്ക് പറയാം, കേരള മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി നടേശന്റെ SNDP-യുടെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആ ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കാൻ പറയുമ്പോൾ അതൊരു ഔപചാരികമായ ചടങ്ങാണ്. അദ്ദേഹത്തിന് അതിന് ഒഴിഞ്ഞു മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ചടങ്ങാണെന്ന് പറയും. പക്ഷെ ഇത് വെറുതിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ അച്ഛൻ, വീട്ടിലിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ അച്ഛന് നേരെ 2 പൊന്നാട സുധാകരൻ മേടിച്ചു. അതിലൊരു പൊന്നാട കൊണ്ട് വെള്ളാപ്പള്ളിനെ അണിയിച്ചു. രണ്ടാമത്തെ പൊന്നാടയായിട്ട് പുള്ളി പാണക്കാടുമായിട്ട് സാദിഖലി തങ്ങളെ അണിയിച്ചു. ഇത് ആർക്കും ഒരു പരാതിയില്ലല്ലോ.
ഇതാണോ യഥാർത്ഥ ഇടതുപക്ഷം? ആരും ചോദിക്കുന്നില്ലല്ലോ. ഈ സുധാകരൻ തെരഞ്ഞെടുപ്പ് സമയത്തും വെള്ളാപ്പള്ളിയെ കാണാൻ പോയിട്ടുണ്ട്. ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോയതോ, ഞാൻ പറഞ്ഞത് ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോയില്ലെന്നല്ല പറഞ്ഞത്. ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോയി, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, വെള്ളാപ്പള്ളിയെ കാണാൻ പോയി. രണ്ടാമത് വെള്ളാപ്പള്ളിയെ ഒരാളെ കാണാൻ പോകുന്നതിന് നമുക്കിപ്പോ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ കൊണ്ട് പൊന്നാട അണിയിക്കുമ്പോ ഈ കേരളത്തിൽ UDF നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും എല്ലാവരും ചോദിക്കണ്ടേ? അതായത് ഈ പറയുന്ന ഇത്രയും മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി എന്നാണ് ഇവർ പറയുന്നത്. ആ പറയുന്ന ഒരാളെ പിണറായി വിജയൻ പൊന്നാട അണിയിച്ചതിനെ പിണറായി വിജയൻ വെറുതെ കാറിൽ കയറ്റുകയും ഞങ്ങൾ എതിർത്തിട്ടുള്ള ആളുകൾ നിങ്ങൾ എന്തിനാണ് അയാളുടെ വീട്ടിൽ പോയി അണിയിച്ചെന്ന് ചോദിക്കണ്ടേ? ഇവിടെ ഒരു മാധ്യമവും ചോദിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരുടെ പ്രശ്നം കിട്ടും, ഇവിടെയുള്ള മാധ്യമം ചോദിക്കണ്ടേ? അപ്പൊ മാധ്യമങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെലക്റ്റീവായി ആക്രമിക്കും, സെലക്റ്റീവായി എന്ത് ചെയ്യും, കാര്യങ്ങൾ പറയും. ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പറയുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരരുത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഇവരുടെ സോഴ്സ്? ഏത് CPM ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എന്ത് ചെയ്തേക്കണേ? ഞങ്ങൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തേക്കണേ പറഞ്ഞേക്കണേ? ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ കയ്യിൽ കണക്കുകളുണ്ട്. സത്യത്തിൽ 66 ലക്ഷത്തോളം വോട്ടുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ 71 ലക്ഷം കിട്ടിയ വോട്ടുകൾ പിണറായി വിജയൻ മത്സരിച്ചപ്പോഴത്തേക്ക് 81 ലക്ഷമായി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനേക്കാളും 11 ലക്ഷത്തോളം വോട്ടുകൾ കൂടുകയാണ് പിണറായി വിജയന്റെ മുഖം കാണിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ തോറ്റതിന് പറ്റില്ല. കാരണം തൊട്ടിപ്പുറത്ത് UDF ഒരിക്കലും ഇല്ലാത്ത വിധം 1,50,000 വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ കൃത്യമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ BJPക്ക് വളർച്ച ഉണ്ടായില്ല. BJPയിലേക്ക് പോകേണ്ട വോട്ടുകളടക്കം ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും അത്തരത്തിലുള്ള എല്ലാ വോട്ടുകളും, അതായത് പ്രോ ലെഫ്റ്റായി നിന്ന ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥ നെഹ്റു ലെഫ്റ്റ് എന്ന് പറയുന്നതിലൂടെ ആ ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകളിലൊക്കെയുള്ള എല്ലാ വോട്ടുകളും തന്നെ ഇവർക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയും. അതൊരു വലിയ തന്ത്രമാണ്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ സമ്പൂർണ്ണമായിട്ട് LDF നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളും അവർക്കൊരു അഭയം എന്ന് പറയുന്നത് UDF കാണുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഈ LDF കമ്മ്യൂണിസ്റ്റ് ആശയത്തെ തന്നെ അവർ വെറുക്കുകയാണ്. കാരണം ഞങ്ങളുടെ വിശ്വാസത്തെ, മതത്തെ ഈ ആശയം ഉൾക്കൊള്ളുന്നില്ല. അത് തന്നെയാണ് ഹിന്ദു വിഭാഗത്തിലെ ആളുകൾ ഇപ്പം പറയുന്നത്. ഇവര് അവിശ്വാസികളാണ്, നിരീശ്വരവാദികളാണ്, മതത്തിന് ഇവർക്ക് വെറുപ്പാണ്. ഇവരൊക്കെ മതത്തിലും ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടില് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും CPMകാരെയും CPIക്കാരെയും ഒക്കെ തന്നെ സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത് അവർ മതവിശ്വാസികളല്ല എന്ന് പറയുന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷെ ആ മതവിശ്വാസികൾ അല്ലാത്തവർ പോലും മര്യാദക്കാരാണ്, ഡീസന്റ് ആയിട്ടുള്ള ആളുകളാണ്, അവർ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ സഹായിച്ചവരാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഗൗതം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട്, ഞാൻ അതുകൂടി ഇതിനോടും പറയാം. പോഡ്കാസ്റ്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ പോലും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ ഷാജിയുടെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, KM ഷാജിയുടെ പ്രസ്താവന. എന്താണ് ആ പ്രസ്താവന? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മതമല്ല പ്രശ്നം എന്ന് പറയരുത്, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞ പ്രസ്താവന DYFI പറഞ്ഞത് മുദ്രാക്കം വിളിച്ചത് നിങ്ങൾ ഓർമ്മേണ്ട. അതിനൊരു അടുത്ത ഭാഗവും കൂടിയുണ്ട്. ആ അടുത്ത ഭാഗം എന്താണെന്നറിയാമോ? മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ കേരളീയ സമൂഹത്തിന് എന്താ വെച്ചാൽ എരിയുന്ന വയറിൽ തീയില്ല. കാരണം അവിടെ ഷവർമയും മറ്റേ കുബൂസും മറ്റേ അൽഫാമൊക്കെ കിടന്ന് പുറത്താണ്. ആ പുറക്കുമ്പോ അല്ല നമ്മൾ ബാക്കിയുള്ള എരിയുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അല്പം വർഗീയതയും ഒക്കെ ആകാതങ്ങൾ വിചാരിച്ചു. അതാണ് അതിന്റെ പ്രശ്നം. പണ്ടത്തെ 20-25 കൊല്ലം മുമ്പ് ഞങ്ങളുടെ വീടിന്റെ സാഹചര്യം എന്തായിരുന്നു? അടിയാളന്മാർക്ക് പണിയെടുക്കാൻ നിൽക്കുകയും അവിടെ നെല്ലിൽ ഈ പറഞ്ഞ കൊയ്ത് കൊണ്ടുവന്ന നെല്ലിൽ അവകാശമില്ലാതിരിക്കുകയും നമ്മുടെ നടൻ കൃഷ്ണകുമാറൊക്കെ പറഞ്ഞ പോലെ എന്നിട്ട് കോരന് കുമ്പിളിൽ എന്ത് ചെയ്യുകയും മറ്റേ മുറ്റത്ത് വെച്ചെത്തുകയും കഞ്ഞി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് മറന്നു പോവുകയും ഈവൻ ഈഴവ ആദി കമ്മ്യൂണിറ്റികൾ പഴയ ആളുകളൊക്കെ തന്നെ ഒരു ബ്രാഹ്മണ്യത്തിലേക്ക് എത്താൻ വേണ്ടി കൊതിക്കുകയും മേൽമുണ്ടിട്ട് അമ്പലത്തിൽ പോകാൻ കൊതിക്കുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊന്നും പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ 10-20 കൊല്ലമായി ബ്രിക്ക് ബൈ ബ്രിക്ക് ഈ ഓരോ കഷ്ടങ്ങളായി പടുത്തുയർത്തിയിട്ടുള്ള ഒരു മനോഗതിയാണ്. ആ മനോഗതിയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൾമിനേഷനാണ് ഇത്തവണ UDF റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ താങ്കളോട് ചലഞ്ച് ചെയ്യുന്നു. ഇപ്പൊ കാസർഗോഡ് ഉദുമയില് കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയില് നിങ്ങൾ അറിയേണ്ടത് സന്ദീപ് വാര്യർ ജയിച്ചു. ഏതാണ് മണ്ഡലം എന്ന് ഞാൻ പറയട്ടല്ലോ. അവിടെ ഓപ്പോസിറ്റ് മത്സരിച്ച ആരാന്നറിയോ? VPP മുസ്തഫയാണ്. VPP മുസ്തഫ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് സൂക്ഷ്മമായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പോ ലോക്കൽ പത്രങ്ങൾ ഞാനൊരു 3 എണ്ണം അവിടെ എടുത്തിട്ടുണ്ട്. ആ 3 പത്രങ്ങളിൽ വന്നേക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ ഗൗതത്തിന്?
ആ വാർത്ത എന്ന് പറയുന്നത് ഈ VPP മുസ്തഫയ്ക്കെതിരെ അവിശ്വാസിയാണെന്നും അദ്ദേഹത്തിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഒക്കെ മരണത്തിൽ പോലും അദ്ദേഹം എത്താൻ വൈകിയെന്ന്, അദ്ദേഹത്തിന് വലിയ മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ട് എത്താൻ വൈകിയത്, അത്തരത്തിൽ എത്താൻ വൈകിയെന്നൊക്കെയുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ചില പ്രതിപക്ഷ സംഘടനകളുടെ വനിതാ സംഘടനകൾ വീടുകൾ തോറിക്കേറി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ യഥാർത്ഥത്തിൽ VPP മുസ്തഫ പരാജയപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് പരാജയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എൻബോക്കായി ഒരു കമ്മ്യൂണിറ്റിയെ മതപരമായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം, ലോക്കൽ ബോഡിയിലും ഇതേപോലെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണെന്നറിയാമോ? ഇത് 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നാണ്. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ BJPയും പ്രോ സംഘപരിവാരും ഈ നമ്മുടെ കേരളത്തിലെ വലിയ യൂട്യൂബ് ചാനലുകൾ പോലെ ചെറിയ യൂട്യൂബ് ചാനലുകളിലൂടെ കൊടുത്തുവിട്ടിട്ടുള്ള വിഷം, അതായത് തളിച്ചിട്ടുള്ള വിഷം ജനത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ പോരുന്ന ആളുകൾ ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു സൈഡിൽ കൂടി വ്യക്തവും കൃത്യമായും ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ തക്ക പ്രചരണം നടത്തണമെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി കളമറിച്ച് കളയുന്ന വലിയ പണി CPM എടുത്തേ പറ്റും. ഈ വിശ്വാസം ഇന്ത്യൻ സമൂഹത്തിൽ മൊത്തത്തിൽ വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇപ്പം UDFും അതിനെ തന്നെയാണ് എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അധികാരമേറ്റപ്പോ എന്താണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അറിഞ്ഞപ്പോ എന്താണ് VD സതീശൻ പറഞ്ഞത്? ഇതൊരു ദൈവീകമായിട്ടുള്ള, ദൈവത്തിന് നന്ദി എന്നാണ് ആദ്യം പറഞ്ഞത്. നേരത്തെ ആണെങ്കിൽ നമ്മളിവിടെ ദൈവികമായിട്ടുള്ള ഒരു ദൗത്യമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്ക് വലിയ തമാശ തോന്നുകയും ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു ധാരണയും ഒക്കെയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യയിലെ സാഹചര്യം അതല്ല. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ തന്നെ ഞാനൊരു ബയോളജിക്കലി ഇവിടെ ജന്മം കൊണ്ടൊരാളല്ലെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയും എനിക്ക് ഒരു ദൈവ നിയോഗം പോലെ ഒരു ദൗത്യം ഏൽപ്പിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യയിലെ മുഴുവൻ സിറ്റുവേഷൻ അതല്ല. കാരണം ഇങ്ങനെ വലിയ തോതിലുള്ള ഭക്തി നിർഭരമായിട്ടുള്ള മതവിശ്വാസപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തിവിട്ടിട്ടുള്ള ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും അത് പ്രത്യേകിച്ചും 120 സീറ്റുകൾ ഇനി വരാൻ പോകുന്ന ഇപ്പൊ നിലവിൽ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ദാരുണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ വലിയ പ്രശ്നമാണ്. ഞാൻ ഭയക്കുന്ന ഒരു കേരളത്തിൽ ഇപ്പോഴും നമ്മളെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് ഏറെക്കുറെയൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ മനുഷ്യന്റെ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം പിന്നെ അവൻ വംശീയതയിലേക്കും വർണ്ണമൊഴിയിലേക്കും മതവും ജാതിയുമായിട്ടുള്ള വിഭജനങ്ങളിലേക്കും ഒക്കെ തിരിയാൻ അധികം സമയം വേണ്ട. ഇപ്പൊ C. അച്യുതമേനോൻ പറഞ്ഞൊരു വാക്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ളത്. ഭാരതത്തെ മനസ്സിലാക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല, അതാണ് അവർക്ക് നേരിടുന്ന പരാജയം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ വളരെ കറക്റ്റ് ആണ്. അതൊക്കെ പക്ഷെ മറ്റൊരു വലിയ ടോപ്പിക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇന്ന് നാട്ടിലെ ആളുകള് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വെറുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഭൗതികത മാത്രം മതി എന്ന് പറയുന്നതുകൊണ്ടാണ്. ഭൗതികതയും വേണം, ആത്മീയതയും വേണം. ഇതിന് രണ്ടിനെയും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കളടക്കമുള്ള ആളുകൾ ഈ പ്രചരണങ്ങൾക്കെല്ലാം വശംവദരായി മനസ്സിലേക്ക് ഈ പറഞ്ഞ പോലെ വിഷം അല്പാൽപമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞോട്ടെ. അല്ല, താങ്കൾ ഇത് വിശദീകരിച്ചോളൂ, എന്നിട്ട് പറയാം. അല്ല, ഭൗതികത മാത്രം മതി, വയറ് മാത്രം മതി എന്നൊരു കാര്യം അതാണോ താങ്കൾ പറയുന്നത്? അത് മാത്രമാണ് ശരി എന്നാണോ പറയുന്നത്? ഇനി വേറെ തിരിച്ചൊരു കാര്യം പറയാം. എന്താണ് ഈ ആത്മീയത? എന്താണ് ആത്മീയത വേണമെന്ന് പറയാനുള്ള കാരണം? വിശക്കുന്നവന്റെ മുമ്പിൽ, അതായത് വിശപ്പും ഈ പറയുന്ന പോലെ വലിയ അടിമത്വവും വലിയ ചൂഷണവും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ ലോകത്തെല്ലായിടത്തും തന്നെ കമ്മ്യൂണിസം പടർന്നു പന്തലിച്ചതിന്റെ കാരണം അതിനെതിരെയുള്ള വലിയ പോരാട്ടമായിരുന്നു അതെന്നും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും സഹായിച്ചു എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും ഇത് വളരെ പരിപൂർണമായി നടപ്പിലാക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ ഭരണാധികാരിയും ഏകാധിപത്യ രീതിയിൽ പോവുകയും അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ കേരളം പോലുള്ള സമൂഹത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തമായ ഒരു കൃഷിസ്ഥലമില്ലാത്ത 10 സെന്റിലേക്ക് ഒരു വീട് പോലും ഇല്ലാത്ത ആളുകൾക്കെല്ലാം വീട് കിട്ടിയത് ഇതുപോലെ 1957 മുതൽ വന്നിട്ടുള്ള നിരവധി ഗവൺമെന്റുകളുടെ ഫലപ്രദമായ ഇടപെടലുകൾ കൊണ്ടാണ്. പക്ഷേ മനുഷ്യൻ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ എന്താണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വൈദ്യുതി കിട്ടുന്നു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജലം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് കിട്ടണം എന്നുള്ളത് നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹമായിരിക്കും. 10 കൊല്ലം കണ്ടിന്യൂസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവകാശമായി മാറുകയും ഇതൊരു സാധാരണ കാര്യമായി മാറുകയും കൂടുതലുള്ള കാര്യങ്ങൾ കൊണ്ട് ചോദിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ പോയിന്റ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, ഈ ആത്മീയത വേണം എന്ന് പറയുന്നത് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മനഃപൂർവ്വമായി കുത്തിവെക്കപ്പെട്ടൊരു കാര്യമാണ്.
ആ ആത്മീയത എന്ന് പറയുന്നത് മതപരമായ വിശ്വാസമാണെന്നും ആ വിശ്വാസങ്ങളിൽ ഊന്നി നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കണമെന്നും അതിനെ എതിർക്കുന്നവൻ പോലും നമ്മളെ വലിയ ശത്രുവാണെന്നും പ്രഖ്യാപിക്കുന്ന ലെവലിലേക്ക് മത തീവ്ര വിശ്വാസക്കാരുടെ നമ്പർ കൂട്ടുന്നതാണ് ഒരു രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇവർക്കൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കാലാകാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനായിട്ട് CPM LDF എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം, ഈ ചോദ്യത്തിന് മുമ്പ് വേറൊരു ചോദ്യത്തിന് ഉത്തരമിടണം. താങ്കൾ അടക്കം പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് അറിയാമോ, CPM എടുക്കുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ആ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മദ്യം വർജിക്കുക എന്ന് പറയുന്ന ഒരു പ്രചരണം നമ്മൾ കേൾക്കുമ്പോൾ ഏതൊരാളും നമ്മുടെ മുമ്പിൽ സമ്മതിച്ചു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു സമൂഹത്തിലും അത് പരിപൂർണമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമുക്കൊരു നെഗറ്റീവ് ഇൻക്ലിനേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്കൂളിൽ ചെല്ലുമ്പോൾ നന്നായി പഠിക്കുന്നതാണ് നല്ലത്, അവിടെ പഠിച്ച് മാർക്ക് മേടിക്കുന്ന കുട്ടിയെ അഭിനന്ദിക്കോളെന്ന് അറിയാം. പക്ഷെ നമുക്ക് പഠിക്കാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമുക്ക് അവധി കിട്ടുമ്പോൾ സന്തോഷിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിലുള്ള ടെൻഡൻസികളെ നമ്മൾ അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മദ്യവും സിഗരറ്റ് വലിയൊക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആത്മീയതയുടെ പുറംപൂച്ചണിഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരു വോട്ട് ബാങ്കുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പല പ്രചരണങ്ങളും അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതിനെ ചെറുക്കൽ എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള പണിയാണ്. അത് CPM ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ പോലും പറയുന്നത് അതിൽ നിങ്ങൾ വിജയിക്കുന്നില്ല, കാരണം നിങ്ങൾ എന്തൊരു മണ്ടന്മാരാണെന്ന് പറഞ്ഞാൽ അവരെ പിന്നെയും ചവിട്ടി താഴ്ത്തുന്ന പണിക്ക് ഞാനില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന്. ഇനി രണ്ടാമത്തെ, താങ്കളിപ്പോ ചോദിച്ചു വന്ന ചോദ്യം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പല ചാനലുകളിൽ നിന്നും വന്നൊരു കാര്യമുണ്ട്. മെയ് 4 തീയതിയാണ് റിസൾട്ട് വന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് അന്ന് ഒരു വീഡിയോയിൽ ഇതുപോലെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് രാത്രി മുതൽ CPM അടുത്ത 5 കൊല്ലത്തേക്കുള്ള പണി തുടങ്ങും. കാരണം തെറ്റായ പ്രചരണങ്ങളെ വലിയ തോതിൽ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം തുടങ്ങണം. ആ പരിശ്രമം തുടങ്ങാൻ CPM 10-20 കൊല്ലമായി ഒന്നും ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഗൗരവത്തിനും അറിയാം, എനിക്കും അറിയാം, പ്രീണനമാണ് ചെയ്യുന്നത്. പ്രീണനം എന്തിനാണ്? സത്യം പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങൾ ഹിന്ദു ആണെങ്കിലും നിങ്ങളൊരു മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്നുള്ള പോലെ പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങളുടെ മതപരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം നേടാനുള്ള തന്ത്രമാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ബുദ്ധിമുട്ടാണ്. മനുഷ്യപക്ഷം എന്നുള്ള വാക്കാണ് അങ്ങ് ഉപയോഗിച്ചത്. നമ്മുടെ പിണറായി വിജയന് മനുഷ്യപക്ഷത്തിന്റെ ഒരു മുഖമുണ്ടായിരുന്നു, ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിണറായി വിജയന് കപടത കുറച്ച് കുറവുണ്ടായിരുന്നു, മനുഷ്യപക്ഷത്തിന്റെ പരിപൂർണമായിട്ടുള്ള മുഖമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ വലിയ ചോദ്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, പിണറായി വിജയന്റെ ഭരണപരമായിട്ടുള്ള ഒരു നടപടികളും കൃത്യമായി അനലൈസ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം ശ്രമിക്കുകയും ഞാൻ ഇത് ഗൗതത്തോട് തിരിച്ചു വയ്ക്കുന്നു. ഗൗതം ഈ പണി തുടങ്ങിയിട്ട് ഒരുപാട് നാളായല്ലോ. ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണിച്ചു തരാമോ? ഒരു ഭരണപരമായിട്ട് ഇന്ന എടുത്ത കാര്യം തെറ്റായി പോയി, അതിൽ വിമർശനം അർഹിക്കുന്നതാണെന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിമർശനമില്ല. പകരം എന്താണ് വിമർശനം? ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയും ജനങ്ങളെ വൈകാരികമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് പറയുകയും ചെയ്തു. അതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട്. കണക്കു പുറത്ത് 5 കൊല്ലം പറഞ്ഞ കാര്യം വീണ്ടും എടുത്ത് പറയുന്നു, വീട്ടിൽ പോയി ചോദിക്കുന്നുള്ളത് പറയുന്നു. ഇങ്ങനെ ഒരു ധാർഷ്ട്യവും ധിക്കാരവുമായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നു. ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. 2021 പിണറായി വിജയൻ 2016 21 അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു എന്ന് കൃത്യമായ ആളുകൾ അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന പോലെ പറയുകയും ചെയ്യുന്ന സ്റ്റബേൺ ആയ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇമേജ് ഉണ്ടായിരുന്നു. നിലപാടിന്റെ രാജകുമാരൻ ഇപ്പം ജനം പറയുന്നത്. അതെ, ഇപ്പൊ പറയുന്ന പോലെയുള്ള ഇമേജ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, കരുതൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പ്രളയവും നിപ്പയും ഈ പറയുന്ന ഓക്കിയും അതുപോലെ തന്നെ കൊറോണയും വന്നാലും കേരളത്തിന് ഒരു രക്ഷകനുണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഈ ഇമേജ് ഗൗതത്തിന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൃത്യമായ ഏജൻസികളെ വെച്ച് പഠിക്കുകയും ആ ഏജൻസികളുടെ ഇടപാടിൽ ഈ ഇമേജ് എങ്ങനെ പൊളിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ ഇമേജ് എങ്ങനെ പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് മുഴുവൻ തകർക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകരം എന്ത് ചെയ്താൽ മതി അറിയോ? ഇതൊന്ന് ജസ്റ്റ് നീട്ടിപ്പിടിച്ചാൽ മതി. അതായത് നിങ്ങൾ ഒരു ദിക്കിപ്പോയ പോലെ നിങ്ങൾ ഭയങ്കര ബോൾഡ് ആണ്, നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഒരിത്തിരി നീട്ടിപ്പിടിച്ചാൽ നിങ്ങൾ ഭയങ്കര ധിക്കാരിയും അഹങ്കാരിയുമായി മാറും. പൃഥ്വിരാജിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചത്. പൃഥ്വിരാജ് ഭയങ്കര വിവരമുള്ള ആളാണ്, അറിവുള്ള ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒക്കെ നീട്ടിപ്പിടിച്ചു. എന്താണ്? അവൻ ഭയങ്കര ധിക്കാരിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്തു? നീട്ടിപ്പിടിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീട്ടിപ്പിടിക്കലാണ് ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടായിട്ടുള്ള അതിന്റെ. അതായത് താങ്കൾ ഒരു കാര്യം സമ്മതിക്കുന്നു, ആദ്യത്തെ ടേമില് പിണറായിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമേജ് ഉണ്ടായിരുന്നു, ആളുകൾ ഇങ്ങനെയൊക്കെയാണ്, സ്റ്റബേൺ ആണ്. പിന്നീട് ജനങ്ങൾ മാറ്റി കുത്തിയപ്പോൾ അത് പിണറായിയുടെ തെറ്റല്ല, ജനങ്ങളുടെ തെറ്റാണ്.
പിണറായിയുടെ തെറ്റല്ല, ജനങ്ങളുടെ തെറ്റാണെന്ന് പറയാൻ കാരണം ജനങ്ങൾ ഒരു പ്രൊപ്പഗാൻഡയുടെ നരേറ്റീവിലേക്ക് വീണുപോയത് കൂടിയാണ്. ഈ ലോകത്ത് ഗൗതം ഇപ്പൊ പറയാൻ കേൾക്കുമ്പോൾ വിചാരിക്കും ഇപ്പൊ എന്നെ ജനങ്ങളെല്ലാരും കൂടി അങ്ങനെ ചീത്ത പറയും, അതുകൊണ്ട് ഗൗതത്തിനൊരു സന്തോഷം അത് പറഞ്ഞു. ഞാനത് പറയാൻ തയ്യാറാണ്. എനിക്ക് പേടിയൊന്നുമില്ല ഗൗതത്തിനെ പോലെ. എനിക്ക് ഇവിടുത്തെ പോപ്പുലാരിറ്റി കൊണ്ട് ഞാൻ നാളെ ഇലക്ഷനിൽ അറിയുന്ന കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് പറയും ഗൗതത്തിനോട്, നിങ്ങൾ ഇതാണ് പറയുന്നതെങ്കിൽ ഞാൻ തിരിച്ചു ഗൗതം ഇതേ പറഞ്ഞ ജനം ചെയ്യുന്നതല്ല ശരിയാണെന്നാണല്ലോ ഗൗതം ഇപ്പൊ പറഞ്ഞു വെച്ചത്. എനിക്ക് എന്തൊരു ചോദ്യത്തിന് ഗൗതം വളരെ ക്ഷമയോട് കാര്യം ഞാനത് പറയാൻ കാരണം ആയിക്കോട്ടെ കുഴപ്പമില്ല, ജനം പറഞ്ഞു സമ്മതിച്ചു, ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് താങ്കൾ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് തെറ്റാണ്. പക്ഷെ എന്റെ ചോദ്യം എങ്ങനെയുണ്ട്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോദിയെ തെരഞ്ഞെടുത്തത് കറക്റ്റ് അല്ലേ? ജനമാണല്ലോ കൂടുതൽ വോട്ട് ചെയ്തത്. അപ്പൊ എന്താ എല്ലാവരും സമ്മതിക്കാത്തത്? മോദിയെ തെരഞ്ഞെടുത്തത് കറക്റ്റ് ആണ്, താങ്കൾ സമ്മതിച്ചു. ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തത് കറക്റ്റ് അല്ലേ? ഏറ്റവും നല്ല ഭരണാധികാരി പുള്ളിയല്ലേ? അമേരിക്കക്കാർ വോട്ട് ചെയ്തിട്ടത്. ഇന്ത്യോനേഷ്യയിൽ വളരെ മോശപ്പെട്ട ഒരു പട്ടാള ജനറൽ ആയിരുന്ന കൊടും ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച പ്രഭാവം സുബിയാന്തോയെ തെരഞ്ഞെടുത്തു. ഇത് ശരിയാണോ? ജനങ്ങൾ പല കാലങ്ങളിലും അവരുടെ വോട്ടുകൾ കൊണ്ട് ആ മൊമെന്റിൽ ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചില വൈകാരിക കാര്യങ്ങൾ കൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വരാജൊക്കെ പറഞ്ഞ ആ ഒരു നിലപാട്, അതായത് അനർഹമായിട്ടുള്ള തോൽവിയാണ്, ജനം അരാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറയും. തീർച്ചയായിട്ടും ഒരു സംശയമില്ലാത്ത കാര്യം. അത് പക്ഷേ ഒരു കാര്യം നെഞ്ചുറപ്പോടുകൂടി നിന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതാവ് തയ്യാറാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ തയ്യാറായ സ്വരാജാണ്. അപ്പൊ തന്നെ ഇവിടെയുള്ള ചില ഇടതുപക്ഷത്തെ എതിർക്കുന്ന ബുദ്ധിജീവികൾ, എനിക്ക് വേണമെങ്കിൽ പേര് പറയാം, എനിക്ക് മടിയില്ല, ഞാൻ നിങ്ങളോടൊക്കെ സഹകരിക്കുന്ന പല ബുദ്ധിജീവികളും അടക്കം വന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്നെ ഞെട്ടിച്ചു, എന്നെ ചിരിപ്പിച്ചു, എന്നെ വല്ലാതെ സന്തോഷിച്ചു. ആ ബുദ്ധിജീവികളൊക്കെ വന്നിട്ട് പറഞ്ഞ കാര്യം അങ്ങനെ പറയാമോ? കാരണം ജനത്തിന് നിങ്ങൾ വെല്ലുവിളിക്കാമോ? ജനത്തിന്റെ ഇച്ഛയല്ലേ, ജനമല്ല വോട്ട് ചെയ്തത്, ജനമല്ല എല്ലാത്തിനും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നരേന്ദ്രമോദിയെ എതിർക്കരുത്. ഇപ്പൊ പിണറായി വിജയനെ ഒരു തവണ എതിർത്ത് വോട്ട് ചെയ്തുള്ളൂ. നരേന്ദ്രമോദിയെ കഴിഞ്ഞ 3 തവണയും അവർ അനുകൂലമായി എന്ത് ചെയ്തവരാണ്, വോട്ട് ചെയ്തവരാണ്. എന്നിട്ട് നിങ്ങൾ ഈ കാലം മുഴുവൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ശരിക്കും സീതാവീതൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ ചെയ്യാൻ വന്ന സീതാവീതെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വെൽഫെയർ പാർട്ടിക്ക് 0.34% വോട്ട് നൽകുകയും അതേസമയം BJPക്ക് 19.7% വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യമേ പറയേണ്ടത് ഒരു തോൽവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ എന്റെ ജനം വോട്ട് ചെയ്തെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണ്ടേ? ഞങ്ങളെക്കാൾ 25 ഇരട്ടി 50 ഇരട്ടി ഇവിടെ വലിയ നല്ല പാർട്ടി BJP ആണെന്ന് പറയണ്ടേ? എന്തെങ്കിലും പറയാത്തത്? അപ്പൊ നിങ്ങൾക്കുള്ള സൗകര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യം പറയുന്നു. ഇപ്പൊ എനിക്ക് വളരെ താങ്കള് ആ ഒരു ഇതിനെ BJP ആയിട്ട് കൂട്ടിയിണക്കിയിട്ടുള്ള ആ ഒരു എന്താണ് താരതമ്യം ഉണ്ടല്ലോ, അത് ഈ വിഷയത്തിൽ നിന്ന് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞത് ജനം വോട്ട് ചെയ്തത് എല്ലാ തവണയും ശരിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ജനത്തിന് തെറ്റുപറ്റില്ല, ജനം വോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നാണ് സ്വരാജ് പറയുന്നത്. അതാണ് ശരിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരി, അങ്ങനെ ആണെങ്കിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ ജനം ശരിയാവുകയും തോൽക്കുമ്പോൾ ജനം ചെയ്യുന്നത് അതൊക്കെ അവരുടെ കാണുന്ന നിലപാടാണ്. ആ നിലപാട് ശരിയാണ്. ജനം ചില തെറ്റിദ്ധരിക്കലുകളും പെട്ട് വോട്ട് ചെയ്തു എന്ന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അങ്ങനെ നിങ്ങൾ പറയാനുള്ള അവകാശം ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് 3 തവണയായി കണ്ടിന്യൂസ്ലി നരേന്ദ്രമോദി 2014-ലും 2019-ലും 2024-ലും വിജയിപ്പിച്ച ആളുകളോട് പിന്നെ നമുക്ക് എതിരൊന്നും പറയാം. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അന്നും ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാളാണ്, അങ്ങും നോക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഓരോ പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഓരോ രീതിയിൽ കടന്നു പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്, ആളുകൾ പിണറായി വിജയനെ വളരെ വല്ലാത്ത രീതിയിൽ വെറുക്കുന്നു. അത്തരത്തിലുള്ള കമന്റുകളാണ്, അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പോ നമ്മൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ പ്രൊപ്പഗാൻഡയിൽ പെട്ട് വീണു പോയിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ജനമാണെന്നാണ്. എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ അടക്കമുള്ള, ഞാനിപ്പോ കുറച്ചുകൂടി കടത്തി പറയുന്നത് താങ്കളോട് ക്ഷമിക്കണം, താങ്കൾ അടക്കമുള്ള ആളുകൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ വോട്ടർമാർ എന്ന് പറയുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ബുദ്ധിയുള്ള ആളുകളൊക്കെ തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്, സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, മനസ്സിലായിട്ടോ എന്നറിയില്ല, അദ്ദേഹം കുറച്ച് പൊതിഞ്ഞു പിടിച്ചാണ് പറയുക, ഏറ്റവും മനോഹരമായ ഒരു സിസ്റ്റമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ നല്ലൊരു സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനാധിപത്യം നമ്മൾ പിന്തുടരുന്നതാണ്. ജനാധിപത്യം സുന്ദരമാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം പോലും അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടില്ല. അത് എന്ന് പറയുന്ന ഓരോ വോട്ടറും വളരെ കൃത്യമായ അനാലിസിസ് നടത്തിക്കൊണ്ട് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 15 കൊല്ലമായി അങ്ങനെയൊന്നുമല്ല ആളുകൾ വോട്ട് ചെയ്തത് എന്നുള്ളത്
യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണ് നരേന്ദ്രമോദിയുടെ വിജയത്തെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ മതപരവും ജാതീയവും വർഗീയവുമായിട്ടുള്ള പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ടാണെന്നുള്ള ആരോപണം. ലജ്ജാകരമായ നാണം കെട്ട തോൽവിയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ഇതിനെങ്ങനെ മറികടക്കണം എന്ന് ചിന്തിക്കണം എന്നാണ് ഇപ്പോൾ ഈ ശ്രീമതി ടീച്ചറിനെ പോലുള്ള CPM നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഒരാളിലേക്ക് മാത്രം ഒതുക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീമതി ടീച്ചറല്ല, ഇനിയിപ്പോ ആരുമെന്ന് പറഞ്ഞാലും ലജ്ജാകരമായ നാണം കെട്ട വലിയ തോൽവിയാണ് CPM ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ അത് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ CPM ഒരു 120 സീറ്റിൽ തോറ്റു നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ജയിച്ചേക്കുന്ന സീറ്റുകളിൽ പോലും ഇപ്പൊ രവീന്ദ്രനാഥ് ജയിച്ചേക്കണം 123 വോട്ടിനാണ്. അതുപോലെ 1000-ൽ താഴെ വോട്ടിലാണ് മിക്ക ആളുകളും തന്നെ ജയിച്ചേക്കുന്നത്. മുഹമ്മദ് റിയാസ് പോലും 2500-3000 വോട്ടിനാണ് ജയിച്ചേക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ വലിയ തോൽവിയാണ് CPM ഉണ്ടായിട്ടുള്ളത്. അവരുടെ വലിയ വോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് BD സച്ചിനൊക്കെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എല്ലാത്തിന്റെ അവസാനമാണെന്നും അതുകൊണ്ട് നേരെ വനവാസത്തിന് പോകണം എന്നൊന്നും വിചാരിക്കരുത്. ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന വലിയൊരു പരിസ്ഥിതി പ്രവർത്തകയുണ്ട്. പുള്ളിക്കാരി ഒരു സ്കൂളിൽ, സ്വീഡനിലെ ഒരു ചെറിയ സ്കൂളിന്റെ പുറത്ത് വന്ന് ഏറ്റവും ആദ്യം സമരം തുടങ്ങുമ്പോൾ ഒറ്റക്കായിരുന്നു. രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങുമ്പോഴും ഇവിടെയുള്ള സ്ത്രീകൾ പോലും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നില്ല. സമരങ്ങളുടെയൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രാർത്ഥനാ മുറിക്കകത്ത് കൂടുന്ന ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമരം ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെയുള്ള പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു വന്നിട്ട് കാര്യമുള്ളൂ, അവരുടെ നിലപാടുകൾ ശരിയാണെങ്കിൽ അവർ 5 പേരുണ്ടെങ്കിലും 50 പേരുണ്ടെങ്കിലും ആ നിലപാടുകളിൽ ഊന്നി നിന്നുകൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ അവർ നടത്താം. അതിന് ശ്രീമതി ടീച്ചർ പറഞ്ഞ ലജ്ജാകരമായ നാണം കെട്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് തോൽവി ഉണ്ടായി. ആ തോൽവി പക്ഷേ ഇപ്പോഴും ശ്രീമതി ടീച്ചർ പോലും അറിയാത്തൊരു കണക്ക് ഞാൻ പറയാം. 81 ലക്ഷം പേർ LDFനും 1,56 ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ 19 ലക്ഷം പേർ കൂടുതലായി UDFനും വോട്ട് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സ്വന്തം കടിത്തട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി എന്ന് വിചാരിക്കരുത്. കേരളത്തിലെ 2,16,00,000 പേരിൽ 81 ലക്ഷം പേരും ഈ പരാജയത്തിലും LDFന് വോട്ട് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ലോകത്തോട് പറയുന്നു, ഇതിന് വീണ്ടും കുറയും ഒരൊറ്റ കാര്യം ചെയ്തില്ലെങ്കിൽ. മെയ് 4-ാം തീയതി രാത്രി മുതൽ ഈ സംഘപരിവാർ ഹിന്ദുത്വകൾക്കും സംഘപരിവാറിനും വേണ്ടി സോഷ്യൽ മീഡിയ തുറന്നിട്ട് കൊടുക്കുകയും അവിടെ നിന്ന് മറ്റേ TGA മുതൽ ഈ പറയുന്ന ശ്രീത് പണിക്കർ പോലെയുള്ള കുറെ സാംസ്കാരിക നായകർ എന്ന് വിചാരിക്കാവുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് വെറുതെ കയ്യിൽ കെട്ടി നോക്കി നിന്നാൽ ശ്രീമതി ടീച്ചർ അറിയേണ്ടതും പിണറായി വിജയൻ അറിയേണ്ടതും ഗോവിന്ദമാഷ് അറിയേണ്ടതും പരാജയപ്പെടും. പിന്നെ എനിക്കിതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനിതൊരു 4 മാസം മുമ്പ് ഇത്തരം ആളുകൾ പറഞ്ഞാണ്. അല്ലെ, താങ്കൾ LDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ UDF അധികാരത്തിൽ വന്നു. അത് പോട്ടെ. നമ്മളെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, സാർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ മാത്രം മതി എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ അത് ജനം അങ്ങ് ഈ ഗൗതത്തിന്റെ നിലവിലല്ല ആ ബുദ്ധി 8 മണിക്ക് കൈവച്ചത്. വ്യക്തിപരമായ കുറിച്ച് കമന്റ് പറയില്ല, ഞാൻ മറുപടി പറയാം. അല്ല സാറേ, ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഞാൻ വീട്ടിൽ തരാം, ഞാൻ ഇന്ന് വീട്ടിൽ തരാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പണിയുണ്ട്, ഞാൻ പോകാതെ വീട്ടിൽ തരാം, എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ തരാം. താങ്കളൊക്കെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം 100 സീറ്റിൽ മുകളിൽ നേടി അധികാരത്തിൽ വന്നാൽ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലുണ്ടാകുമ്പോൾ അവിടത്തെ കുറിച്ച് വീഡിയോ ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ, ഞാനൊരു തെളിവായി ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 10-ൽ 8 കറക്റ്റായിട്ടുള്ള എന്നോട് നിങ്ങൾ അറിയേണ്ടത് ഇതിനു മുമ്പ് എല്ലാം കറക്റ്റാക്കി ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ CP റാഷിദ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് മുഴുവൻ തെറ്റിപ്പോയി. പക്ഷെ ആരും കളിയാക്കില്ല. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഇതേ തെരഞ്ഞെടുപ്പ് ഫ്ലോറിൽ ഇരുന്ന് ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാനത് കറക്റ്റ് ആക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതിനു വേണ്ടി പ്രശാന്ത് കിഷോർ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ അപ്പൊ അതുപോലെ തെറ്റിപ്പോകലും കറക്റ്റ് ആക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാൻ തോന്നുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഇടതുപക്ഷം ജയിക്കുമെന്ന് പറയുന്ന ഒരാളെ ആക്രമിക്കാനുള്ള ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് പൂച്ചെണ്ടായി എടുത്തുകൊണ്ട് ഹാരാർപ്പണമായി എടുത്തുകൊണ്ട് ഞാൻ ഇട്ടിട്ട് തീവിരിക്കും. പിഴവുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കാം, അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാവർക്കും പിഴവുകൾ സംഭവിക്കാം, എനിക്കും എല്ലാവർക്കും പറ്റാം. സാർ, ഇവിടെ ഞാൻ അവസാനമായിട്ട് നിർത്തുമ്പോഴാണ് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അതിന്റെ തോൽവിയാണ് എന്ന് സമ്മതിക്കാൻ എന്താ മടി? എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി കാരണമാണ്. പറഞ്ഞോട്ടെ. അങ്ങനെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അതൊരു തോൽവിയാണ് എന്നുള്ളത്
ചുളിവിൽ അങ്ങോട്ട് സമ്മതിച്ചു കിട്ടണമെന്നുള്ളത് ഗൗതം കൃഷ്ണയുടെ സ്വാർത്ഥമായിട്ടുള്ള ഒരു വ്യാമോഹം മാത്രമാണ്. അത് കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും അതിനെ അനുകൂലിക്കുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെയും പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്നതിൽ എന്റെ പ്രേക്ഷകർ ക്ഷമിക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഒരു വിജയം കൊയ്തത്. ആ വിജയം UDF വിജയം കൊയ്തത്. പക്ഷെ അപ്പോൾ വിജയം കൊയ്തപ്പോ LDFന് കിട്ടിയത് കൃത്യമായി പറഞ്ഞാൽ 65,90,000 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ 66 ലക്ഷം വോട്ട് തികച്ചില്ല. 10,000 വോട്ട് അതിലും കുറവാണ്. രണ്ടാമത്തെ ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോഴും പിണറായി വിജയൻ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല പ്രചരണം നടത്തിയത്. പക്ഷെ അപ്പോഴും LDF 71 ലക്ഷം വോട്ടുകളിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുശേഷം പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോ യഥാർത്ഥത്തിൽ വോട്ടുകൾ കൂടിയോ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ നിങ്ങൾ അറിയേണ്ടത് 15 ലക്ഷം വോട്ടുകൾ കൂടുകയും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനേക്കാൾ 11 ലക്ഷത്തോളം വോട്ടുകൾ കൂടുകയും ചെയ്തു. ഏതാണ്ട് ആ 11 ലക്ഷത്തോളം വോട്ട് കൂടി കിട്ടിയത് അദ്ദേഹത്തിന്റെ മുഖം വെച്ചുകൊണ്ട് തന്നെ പ്രചരണം നടത്തിയിട്ടാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഈ കണക്കും എന്നോട് പറയുമ്പോൾ താങ്കളുടെ സന്തോഷത്തിന് വേണ്ടി, താങ്കൾക്ക് ഒരു വെറുതെ ഉള്ളൊരു ഈ പറഞ്ഞ മനോനിമ്മതിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ സമ്മതിച്ചു തരാം, പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, വോട്ട് കുറഞ്ഞു. വോട്ട് കുറഞ്ഞാലേ ഇത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി എടുത്തു വെച്ചാൽ കൂടുതൽ. ഇനി മറ്റൊരു കാര്യം കൂടി, പ്രേക്ഷകർ തോറ്റിയത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് രതീഷ് ചക്രവാണിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ 65 ലക്ഷം വോട്ടും താങ്കളെ മുഖം കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ 80 ലക്ഷം 81 ലക്ഷം വോട്ട് കിട്ടിയിട്ട് അത് താങ്കളുടെ കുഴപ്പമാണെന്ന് നമ്മളെങ്ങനെ പറയും? അല്ല, കുഴപ്പമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മറ്റാരും പറയാത്തൊരു കാര്യമുണ്ട്. അതിന് എന്റെ പോഡ്കാസ്റ്റ് കൂടി കണ്ട ക്ലിയർ ആവും. ഒരൊറ്റ കാര്യം കൂടി പറയാം. ആ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ 2019 ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ ഏതാണ്ട് റെപ്ലിക കൃത്യമായി ഇത്തവണ കൊണ്ടുവരാൻ UDFന് കഴിഞ്ഞു. ഏതാണ്ട് അതേ ശതമാനം വോട്ടുകളാണ് UDFനും കിട്ടിയത്, LDFനും കിട്ടിയത്. UDFന് ആ സമയത്ത് 96 ലക്ഷം വോട്ടുകൾ കിട്ടിയിരുന്നു. 4 ലക്ഷം വോട്ടുകൾ കൂടി കൂടുതൽ ഇത്തവണ എന്ത് ചെയ്തു, UDFന് കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. BJPക്ക് ഏതാണ്ട് അത് അതേ ശതമാനം വോട്ടുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കണക്കുകളൊന്നും പരിശോധിക്കാതെ ഇവിടെയുള്ള ഏഷ്യാനെറ്റും മൗദൂദിയൻ ചാനലുകളും ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ കുണ്ടാവണ്ടി ചാനലുകളും ഒക്കെ തുറന്നു പറഞ്ഞൊരു വാദമാണ് താങ്കളുടെ തലയിൽ പോലും കയറിയിരിക്കുന്നത്. ഞാൻ അതിന് കുറ്റം പറയില്ല. സാധാരണക്കാരെ എല്ലാവരുടെയും തലയിൽ കയറിയിരിക്കണ ഒറ്റ വാചകമുള്ളൂ. കാരണം വെച്ചാൽ പുള്ളിയുടെ മുഖം കാണിച്ചുകൊണ്ട് വോട്ട് കുറഞ്ഞോ? ഇല്ല. വോട്ടിന്റെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ലഭ്യമാണ്. ആ സൈറ്റിൽ ലഭ്യമാകുന്ന കണക്കെടുപ്പ് നോക്കിയാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാവും. പിണറായി വിജയന്റെ മുഖം കാണിച്ചെടുത്ത് പ്രചരണം കൊണ്ടിട്ട് LDFന് ഇതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കിട്ടിയതിനേക്കാൾ 15 ലക്ഷത്തോളം വോട്ടുകൾ, 10 ലക്ഷത്തോളം വോട്ടുകൾ 2 തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്താൽ കൂടി എന്നുള്ളത് വാസ്തവമാണ്. ഈ വാസ്തവം അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തു തരാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ ധർമ്മടം മണ്ഡലത്തിലടക്കം 50,000-ൽ നിന്ന് അത് എത്രയോ വലിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സും കൃത്യമായിട്ടുള്ള കണക്കും വേണം. പിണറായി വിജയന്റെ മുഖം കാണിച്ചുകൊണ്ടാണ് തോൽവി നേരിട്ടത് എന്ന് പറയാനായി ഞാൻ പക്ഷെ എല്ലാത്തിനെയും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാത്രം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 66 ലക്ഷം വോട്ട് കിട്ടുന്നു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ LDFന് 71 ലക്ഷം വോട്ട് കിട്ടുന്നു. യഥാർത്ഥത്തിൽ എന്റെ ചോദ്യം ഇത്ര സ്പെസിഫിക് ആണ്. ഈ 2 വോട്ടുകളെക്കാൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനോടെതിരെയുള്ള വിരുദ്ധത ഉണ്ടായിരുന്നെങ്കിൽ കുറയണ്ടേ കൂടുമോ? കുറയണ്ടേ? അത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതാണ്. അതായത് 35-ലേക്ക് കുറയാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോ നമ്മൾ റോഡ് സൈഡിൽ മുഴുവൻ LDF അല്ലാതെ മറ്റാര് അതിലൊറ്റൊരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു സാറേ. ആ പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പാർട്ടിയാണ്. അതിൽ ഒരൊറ്റ ഒരാളുടെ പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും ഇപ്പൊ ഒന്നുമല്ലേ. ഈ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പൊ നടക്കുന്ന ലോകത്ത് നടക്കുന്ന ഇലക്ഷനിൽ നിങ്ങൾ അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയമാണ്. EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് പറഞ്ഞ് ചുവരെഴുതിയപ്പോൾ അത് വിലക്കിയ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ പാർട്ടിക്ക് ഇനി ഒരു കാലത്തും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അറിയേണ്ടത്, ഒരു ആളുടെ ഫേസോ ഒരു ഐക്കണോ ഉണ്ടെങ്കിൽ പ്രചരണത്തിന്റെ സാധ്യതകൾ കൂടും. അത് കുറച്ചും കൂടി പെട്ടെന്ന് ആളുകളിലേക്ക് പതിയുമെന്നുള്ളതാണ്.
പ്രത്യയശാസ്ത്രമോ ഐഡിയോളജികളോ ഒക്കെ ആളുകളുടെ മനസ്സിലേക്ക് പതിയുന്നതിനേക്കാൾ ഇത്തരത്തിൽ ഒരു ഐക്കണോ ഒരു ഈ പറഞ്ഞ പോലെ ഫിഗറോ ഉണ്ടെങ്കിൽ അത് കൂടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലോകത്തെമ്പാടും പരസ്യത്തിന് പ്രചരണം നടക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ രതീഷ് ചക്രവാണി എന്നുള്ള ചാനലിന് പകരം VCR വിസ്തു എന്ന ചാനലിന് പേരിട്ട് അപ്പൊ എന്നോട് പല വിദഗ്ധരായിട്ടുള്ള ആളുകളും എന്നോട് തന്നെ എന്റെ കമ്പനിയിൽ തന്നെ ആളുകൾ എന്നോട് അഡ്വൈസ് ചെയ്തു, സാറേ ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഫേസ് വെച്ചാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ 10 ഇരട്ടി ബുദ്ധിമുട്ടാണ് നമ്മളൊരു പേരുണ്ടാക്കി എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ കൺസൾട്ടൻസി ഫേമാണ് മെക്കൻസി. നമ്മുടെ ജനങ്ങൾ അറിയില്ല. കാരണം വെച്ചാൽ മെക്കൻസി എന്ന് പറയുന്ന ഒരു പേര് അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുണ്ട്. ആ സമയം ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ ഇപ്പൊ മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ ബാക്കിയുള്ളവരുടെ ആണെങ്കിൽ അവര് തന്നെ ഒരു നടന്നു പോകുന്ന ബ്രാൻഡാണ്, ലിവിംഗ് ബ്രാൻഡാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ടിട്ട് ഇടതുപക്ഷമടക്കം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ഈ പറഞ്ഞ പരസ്യത്തിലും അതുപോലെ മാർക്കറ്റിംഗിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ LDF അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ടാഗ് ലൈനുമായി അതിൽ ഒരാളുടെ പിക്ചറുമായിട്ട് ഒരു പ്രചരണം നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 50 സീറ്റും കിട്ടണ്ടേ? അത് 35 ആയത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. 35 ആയതിന്റെ ഒറ്റ കാര്യമുള്ള ഗൗതം കണക്കുകൾ പറയാൻ ഗൗതത്തിന് ഇഷ്ടമല്ല. കാരണം കണക്കൊന്നും ഗൗതം നോക്കാറില്ല. ഗൗതം മറ്റേ വരുന്ന ബ്രേക്കിംഗ് ന്യൂസിന്റെ മറ്റേ ടൈറ്റിൽ മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ വിഡ്ഢിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ടി, അതായത് ഒരു പാർട്ടിയോ ഒരു മുന്നണിക്കോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കിട്ടുന്നു, ലോക്കൽ ബോഡിയിൽ ഒരു വോട്ട് കിട്ടുന്നു. അതിനേക്കാൾ കുറേന്റെ പിണറായി വിജയൻ വിരുദ്ധത കേരളത്തിലുണ്ടെങ്കിൽ പക്ഷെ എന്തുകൊണ്ട് തോറ്റുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിനൊറ്റ കാര്യമേ തോറ്റുള്ളൂ. അതെന്താ വെച്ചാൽ എതിരായിട്ടുള്ള വോട്ടുകളെ മുഴുവൻ UDF അനുകൂലമായി മൊബിലൈസ് ചെയ്യാൻ വളരെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജികളിലൂടെ UDF കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനൊരു കാര്യമോട് പറയാം. മുസ്ലിം ഈ പറഞ്ഞ ഫണ്ടമെന്റലിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമും അടക്കം എന്ത് ചെയ്തു, ഇവരോട് യോജിച്ചേൽക്കുകയും അതേസമയം തന്നെ ഈ പറയുന്ന BJP അടക്കമുള്ള പ്രോ സംഘപരിവാർ അടക്കം പിണറായി വിജയനെ മഹാമോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വലിയ അറ്റാക്ക് എല്ലാ സൈഡുകളിലും ഉണ്ടാവുകയും ഇത് അറിയാതെ അപ്പുറത്തെ സൈഡിലേക്ക് മൊബിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ CPM തിരിച്ചറിഞ്ഞില്ല. ഗൗതം അറിയേണ്ടത് 2019 പോലും 94-95 ലക്ഷം വോട്ടുകളാണ് UDF ആകെ കിട്ടിയത്. പക്ഷെ ആ 2019 കളിച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തവണ UDF കിട്ടിയത് 1,50,00,000 വരുന്ന 50,000-ഓളം വരുന്ന വോട്ടുകളാണ്. അപ്പൊ 1,50,000-ഓളം വരുന്ന വോട്ടുകൾ കിട്ടുന്ന ഒരു മൊബിലൈസേഷൻ നടന്നു. അതിൽ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള അജണ്ടകൾ മുതൽ വേർതിരിവുകൾ മുതൽ യഥാർത്ഥത്തിൽ ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്, ഞങ്ങളാണ് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന വാദഗതികളും പ്രചാരണം വരെ സാധാരണ സഖാക്കളടക്കം സ്വാധീനിച്ചു. ആ സ്വാധീനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭരണപരാജയം ചൂണ്ടിക്കാട്ടാനില്ലാത്ത, ഒരു അഴിമതിയും ചൂണ്ടിക്കാട്ടാനില്ലാത്ത അത്തരത്തിൽ ഒരു ഗവൺമെന്റിന്റെ പറയുന്ന പോലെ ഒരു മന്ത്രിക്കെതിരെ പോലെ ഒരു രൂക്ഷമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാത്ത ആളുകൾ വളരെ കൃത്യമായി 3 തന്ത്രങ്ങളെ പ്രയോഗിച്ചുള്ളൂ. വൈകാരികമായി ജനങ്ങളെ ഇവരെ മോശക്കാരാക്കുന്ന പ്രകടനങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞ എന്ന് പണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കടക്കു പുറത്തും അതുപോലെ വീട്ടിൽ പോയി ചോദിക്കുന്നു, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് പ്രചരണം നടത്തി. പ്ലസ് RSS CPM ഡീലാണെന്ന് പ്രചരണം നടത്തി. അതോടൊപ്പം തന്നെ SDPI CPM ഡീലാണെന്ന് പ്രചരണം നടത്തി. ഈ പ്രചരണങ്ങളെ ചെറുക്കാൻ യഥാർത്ഥത്തിൽ അതാണ് 100% ഒരു തൊഴിലാളികളാണ് കുറ്റക്കാര്. നിരവധി മുസ്ലിം സമുദായമാണ് കുറ്റക്കാരെന്ന് പറയുന്നത്. അതെനിക്കറിയില്ല, അത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഈ പ്രചരണം കൊണ്ടിട്ട് CPMന്റെ സഖാക്കൾ മുതൽ ക്രിസ്ത്യൻ സമുദായം മുതൽ മുസ്ലിം സമുദായം വരെയുള്ള നിരവധി ആളുകൾ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു കൺസൾട്ടേഷൻ മാത്രമല്ല, പകരം ഇത്തരത്തിൽ ഒരു ആന്റി പിണറായി ആന്റി തരംഗം ഉണ്ടാവുകയും ആ വോട്ടുകളെ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട്, അതായത് UDF അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥ തോൽവിയുടെ UDF വിജയല്ലേ. അത് UDF വിജയമാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നടത്തി വിജയിക്കുമ്പോൾ അത് UDF വിജയമാണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വിജയമാണ്. അത് അതിന് ഒരു നരേന്ദ്രമോദിയുടെ വിജയത്തെ അത് ഒരു നരേന്ദ്രമോദി കൂടുതൽ പല കുട്ടികൾ ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങളുടെ താലിബാന് തട്ടിപ്പറിക്കുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യരുത്, അത് നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് പറയണം. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനെ കൃത്യമായിട്ട് പൊളിക്കാൻ എന്തുകൊണ്ട് പിണറായിക്ക് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ പിണറായിക്കല്ലെന്ന് LDF ഏറ്റവും വലിയ പരാജയമാണത്. ഞാൻ ഈ 2 കൊല്ലം മുമ്പ് ഇതൊക്കെ വീഡിയോ ഉണ്ട്. CPM തിരുത്താൻ കഴിയില്ല, തിരിച്ചു വരാനും കഴിയില്ല എന്ന് എന്റെ വീഡിയോ ഉണ്ട്. 48 മിനിറ്റ് ആണ്. ക്ഷമയുണ്ടെങ്കിൽ താങ്കളൊന്ന് കണ്ടു നോക്ക്. അതെന്താ വെച്ചാൽ പൂക്കാസ അടക്കം ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കം കഴിഞ്ഞ കേരളത്തിലുണ്ടായിട്ടുള്ള പുരോഗമന ആശയങ്ങളുടെ ഈ പറഞ്ഞ പോലെ വലിയ പ്രചരണത്തിൽ നിന്ന് CPM കഴിഞ്ഞ് 20-25 കൊല്ലമായിട്ട് പിന്മാറുകയും ആ പ്രചരണം യഥാർത്ഥത്തിൽ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നടത്തുന്ന പ്രചാരണം
മുഴുവനായും തന്നെ പ്രോ സംഘപരിവാർ കീഴടക്കുകയും ചെയ്തു. എനിക്കൊരു വേണമെങ്കിൽ പേര് പറയാൻ പറഞ്ഞേക്കാം. അവരൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെ മാറുകയും സാഹിത്യ നായകന്മാരെ മാറുകയും സാംസ്കാരിക നായകന്മാരെ മാറുകയും ചാനലിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരിഫ് ഹുസൈൻ തെരുവോത്ത് മുതൽ നിങ്ങൾ അറിയേണ്ടത് രവിചന്ദ്രൻ വരെയുള്ളവരെ കൃത്യമായി പ്രോ സംഘപരിവാർ ഉപയോഗിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ഐഡിയോളജി ആണെന്നും ഇത് തകർക്കപ്പെടേണ്ടതാണെന്നും മണ്ടന്മാർ പറയുന്ന ഒരു കാര്യമാണെന്നും ഈ പറയുന്ന ആരിഫ് ഹുസൈൻ തെരുവോത്തും രവിചന്ദ്രൻ മുതൽ പിഷാരടി വരെയുള്ള ആളുകൾ കൃത്യമായി പ്രചരണം നടത്തി ഒരു സ്ഥലത്ത്. അതേസമയം എന്ത് ചെയ്തു, ഒരു സൈഡിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒരാളാണെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇമേജ് പതുക്കെ ഇടിക്കാനില്ല. ഇത് ഒരു മിനിറ്റ്, ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിലും കേരളത്തിലും നടക്കുന്ന ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ തോപ്പിച്ചത്? കൃത്യമായി അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഒരൊറ്റ കേസിലൂടെ ഇന്ത്യ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസിലൂടെ കൃത്യമായി അടിച്ചു തകർക്കുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തപ്പോ ഒരു ജനവും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ലോകത്തൊക്കെ തന്നെ ഗൗതം ഇപ്പൊ മനസ്സിലാക്കിയപ്പോ കാശുണ്ടെങ്കിൽ കൃത്യമായ പ്രചരണം നടത്തിയാൽ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അവിശ്വാസവുമില്ല. അതായത് ആർക്കൊരു അവിശ്വാസം ഉണ്ടെങ്കിൽ കാശുമായിട്ട് എന്റെ അടുത്ത് വരും, ഞാൻ നടത്തി. അതായത് UDF അധികാരത്തിൽ വരാനുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അവര് വിഡ്ഢികളാക്കപ്പെടുന്നു, അവര് പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. അതാണ് UDFന്റെ വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്നതൊക്കെ താങ്കളുടെ വാക്കാണ്. അത് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ജനങ്ങൾ ചിന്തിക്കാനുള്ള കഴിവില്ലെന്നല്ല ഗൗതം, ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് കുറവാണ്, അത് സത്യമാണ്. ഇപ്പൊ പെപ്സിയും കൊക്കോക്കോളയും കുടിക്കുന്നവരെന്താ കുടിക്കാത്തത്? എന്താ കുടിക്കാത്തത്? എന്ത് 25,000 കോടി രൂപയുടെ വൈറ്റനിങ് ക്രീം ഇവിടെ ഇട്ട് കഴിയുന്നത്? നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കിയതാണ്, വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്ന്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഈ ചിരിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ 1.5 മണിക്കൂർ പോഡ്കാസ്റ്റ് എടുക്കും, ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് തരാം, ഒരാളും ചിരിക്കില്ല. 1.5 മണിക്കൂർ ഫുള്ളായിട്ട് കേട്ടാ. നിങ്ങൾ അറിയേണ്ടത് സൗന്ദര്യ മത്സരങ്ങൾ നടത്തി മെലിയുന്നതാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ചിന്ത കൃത്യമായി ഈ ലോകരാജ്യങ്ങളിലെ വലിയ വ്യവസായ ഗ്രൂപ്പുകൾ ചേർന്ന് ഒരുമിച്ചെടുത്ത് തീരുമാനമെടുത്ത് ഇന്ത്യ പോലെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അടിച്ചേൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കരീന കപൂർ സീറോ സൈസ് ആയത്. അതുകൊണ്ടാണ് കുമാരനാശാൻ നേരത്തെ കവിത എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തടിച്ച സ്ത്രീകൾ, സൗന്ദര്യമുള്ള സ്ത്രീകളും അവർ ഈ പറഞ്ഞ വീട്ടിലൊന്നും ഇല്ലാത്ത സ്ത്രീകളും അല്ലാതിരുന്ന കാലത്ത് നിന്നും ഇപ്പൊ മെലിയുന്ന സ്ത്രീകളാണ് സുന്ദരികൾ എന്ന് പറയുന്നത്. നമ്മുടെ സൗന്ദര്യബോധത്തെ മാറ്റി എഴുതിയവരാണ്. അതുകൊണ്ടാണ് ട്രെഡ്മില്ലുകളും, അതുകൊണ്ടാണ് ഇവിടെ 10,000 കോടി രൂപ ട്രെഡ്മില്ലുകളും ഈ പറയുന്ന ഹെൽത്ത് ബിസിനസ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്രീമൊക്കെ വാരി തേച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ വലിയ തോതിലുള്ള ത്വക്രോഗ അസുഖങ്ങൾ. ഇതൊക്കെ ജനത്തിന് അറിയാൻ പാടില്ല. ഈ പ്രചാരണങ്ങളിൽ കൊടുക്കുന്ന ജനം തന്നെയാണ് മനസ്സിലാക്കാൻ. നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് LDF എന്ത് ചെയ്യണം എന്നുള്ളത് തൊട്ടാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. ഇതിനിടയിൽ ഇപ്പൊ ഈ മണിക്കൂറിൽ നമ്മുടെ ശ്രീമതി ടീച്ചർ അടക്കം അംഗീകരിച്ചു, നാണം കെട്ട ലജ്ജാകരമായിട്ടുള്ള ഒരു തോൽവിയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇത് താങ്കൾ 2 തവണ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് നാണം കെട്ട ലജ്ജാകരമായിട്ടുള്ള തോൽവിയൊന്നുമല്ല. കഴിഞ്ഞ തവണ UDF LDF തമ്മിൽ ഉണ്ടായിട്ടുള്ളത് 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ്. ഇത്തവണ അത് 19 ലക്ഷമാക്കാനായിട്ട് UDF കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണ്. വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് നാണം കെട്ട ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇവിടുത്തെ മുസ്ലിം ലീഗിന് പോകുന്ന പറയുന്ന ഒരു പാർട്ടിക്ക് പോലും അവരുടെ കയ്യിലുള്ളത് യഥാർത്ഥത്തിൽ ഒരു 10-15 ലക്ഷം വോട്ടുകളാണ്. BJPക്ക് പോലും ഇപ്പോഴും സോളിഡ് ആയിട്ട് അവരുടെ കയ്യിലുള്ളത് 31 ലക്ഷം വോട്ടുകളാണ്. അതിനേക്കാൾ ഇരട്ടി വോട്ടുകൾ, ഏതാണ്ട് 65 ലക്ഷത്തിലധികം വോട്ടുകളുള്ള ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോഴും CPM. LDF 81 ലക്ഷം ആളുകളുടെ വോട്ടുകൾ കിട്ടിയ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നാണം കെട്ട് പുറകിൽ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 ലക്ഷം ആളുകളെ കൂടി ഇപ്പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അടുത്ത വിജയം നിങ്ങളുടേതാണ് എന്നുള്ളത് ഒരു നാണം കെട്ട് അതിനുള്ള പ്രചരണം തുടങ്ങുക എന്നുള്ളതല്ലാതെ താങ്കൾ ഈ പറയുന്ന ഇനി 3 അല്ല 30 വട്ടം ആവർത്തിച്ചാലും ഈ വീഡിയോ ഒന്ന് നീണ്ടുപോകുമെന്നുള്ളതല്ലാതെ എന്റെ അഭിപ്രായം മാറാൻ പോകുന്നു. അല്ല സാറേ, ഞാനത് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, CPM നേതാവ് പറഞ്ഞതാണ്. നാണം കെട്ടതും ലജ്ജാകരവുമായിട്ട് മാറി തീരുന്നത് ഒരുപക്ഷെ LDF അല്ലാതെ മറ്റാരും എന്ന് പറയുന്ന അത്രയും ചോദ്യം. നിങ്ങൾ നാളെ CPM ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാലും, ഇനി ഏഷ്യാനെറ്റ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാലും, ഇനി നാളെ കൈരളി TV ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവരൊന്നും ചെലവിന് വരുന്നതോ ഇവരുടെ ബുദ്ധിക്കനുസരിച്ചോ ചലിക്കുന്ന ഒരു തലച്ചോറല്ലേണ്ടത്. കാരണം ഈ കേരളത്തിൽ, ഞാൻ കുറച്ച് അഹങ്കാരത്തോട് പറയണമെന്ന് തോന്നരുത്, ഇതിനെക്കുറിച്ച് വളരെ വിശദമായും കൃത്യമായും വളരെ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായോ? നിങ്ങളിപ്പോ ഇന്ത്യ ഈ ലോകരാജ്യത്ത് നടന്നിട്ട് എന്തുകൊണ്ട് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ട്രംപിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞുകൊണ്ടാണ്. വംശീയമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ 30 തവണ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളിൽ വലിയ സർജ് ഉണ്ടായിരുന്നു വംശീയമായിട്ടുള്ള വാക്കുകളുടെ എന്നുള്ളതാണ്.
അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഗൗതമല്ല ഇനി ഈ പറയുന്ന പോലെ വേറെ ഇവിടത്തുള്ള ഏതെങ്കിലും ചാനലുകൾ ഇരുന്ന് ഇതുപോലെ പറയുന്ന വണ്ടത്തിലൊന്നും ഞാൻ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യണം അഭയത്യമൊന്നും ഞാൻ വാരി കളിച്ച് തിന്നിട്ട് അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കരുത്. എന്റെ ചോദ്യത്തിന് ഇത്രയും ചോദ്യത്തിന് ഉത്തരവില്ല. ഒറ്റ ചോദ്യം സിമ്പിളാണ്. എന്തുകൊണ്ട് 66 ലക്ഷം വോട്ടുകൾ എന്ത് ചെയ്തു LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. 71 ലക്ഷം വോട്ടുകൾ ഇതിലുണ്ടായിരുന്നു. പിണറായി വിജയനോട് ആളുകൾക്ക് വിരോധം കൂടുതലുണ്ടെങ്കിൽ 71 ലക്ഷം വോട്ട് 1 ലക്ഷം കുറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഇത് 71 ലക്ഷം എന്നുള്ളത് 10 ലക്ഷം കൂടി 81 ലക്ഷം തീർച്ചയായിട്ടും യാഥാർത്ഥ്യം. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ വീഡിയോ നിർത്തുമ്പോൾ എനിക്ക് ഇതാണ് പറയേണ്ടത്. തിരുത്തേണ്ടത് പാർട്ടിയല്ല, തിരുത്തേണ്ടത് ജനമാണ്. തിരുത്തേണ്ടത് പാർട്ടിയാണ്. പാർട്ടിയുടെ പ്രചരണ സംവിധാനങ്ങളാണ്. പാർട്ടിയുടെ പ്രചരണം ഈ പറഞ്ഞ പോലെ നടത്താത്തതിന്റെ അലസതയാണ്. അല്ലാതെ ജനത്തെ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.